ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. 5 ടൈപ്പ് അസറ്റുകൾ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന 5 ടൈപ്പ് അസറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ക്യാഷ് ആണ്. നമ്മൾ സേവിങ്സ് അക്കൗണ്ട്, FD അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്ന ക്യാഷ് അക്കൗണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ആ ഒരു ടൈപ്പ് കാറ്റഗറിയിലാണ് പെടുക. അതുപോലെ ഷെയർസിലേക്ക്, അതായത് മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്, അതുപോലെ തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് നടത്തുന്നത്, പിന്നെ ബോൺസ്, അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എടുത്താലും, ഏതൊരു ആള് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് എടുത്താലും ഈ 5 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അത്. അപ്പോൾ മെയിനായിട്ട് ഈ 5 കാറ്റഗറിയാണ് അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറയാം. പക്ഷെ അതിൻ്റെതായ ഒരുപാട് ഡ്രോബാക്സ് അതിനുണ്ട്. ഇപ്പോൾ ഗോൾഡിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ അത് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, പ്രത്യേകിച്ചും സ്ത്രീകൾ അതിന് അനുവദിക്കില്ല. അപ്പോൾ പുരുഷന്മാർ കൂടുതലും ആഗ്രഹിക്കുന്ന മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് പ്രോപ്പർട്ടി, അതുപോലെ ബോൺസ്, ഷെയർസ് അങ്ങനെയുള്ളത്. കാരണം അതിന് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ അവർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റും. മറ്റേത് സ്ത്രീകളുടെ അനുവാദം കൂടി ചോദിക്കേണ്ടി വരും. അപ്പോൾ പല സ്ത്രീകളും അത് സമ്മതിക്കില്ല, ഗോൾഡ് കൊടുക്കാനൊക്കെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നല്ലതാണ്. പക്ഷേ ക്യാഷ് എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട്, അത്യാവശ്യ കാര്യങ്ങളിൽ നമുക്ക് ക്യാഷ് എടുക്കാൻ സാധിക്കും. മറ്റ് ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ വിൽക്കാൻ അല്ലെങ്കിൽ ക്യാഷിൻ്റെ ആവശ്യം വന്നാൽ പെട്ടെന്ന് അത് ലിക്വിഡിറ്റി ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വിൽക്കാൻ പറ്റില്ല. ബോൺസ് ഇതൊക്കെ ആണെങ്കിലും ചിലപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു എമൗണ്ട് കിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ 5 ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ നല്ല രീതിയിൽ ഏതാണ് നമുക്ക് കൂടുതൽ പ്രോപ്പറായിട്ട് നമുക്ക് അനുയോജിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതും നല്ല അഡ്വൈസേഴ്സിൻ്റെയൊക്കെ സഹായത്തോടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് നേടാനായിട്ട്, മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോയുമായി വരും വരെ ടേക്ക് കെയർ. ബൈ.